നമ്മുടെ ഒരു ഫസ്റ്റ് ക്ലാസ്, ഒരു ഡെമോ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും നമ്മുടെ ഒരു സെഷനിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷുവർലി ഈ ഒരു സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് മിക്കവാറും എസ്സേക്ക് തന്നെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ വോയിസ് അതുപോലെ തന്നെ എൻ്റെ സ്ക്രീന് രണ്ടും ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് രണ്ട് പേരൊന്ന് വോയിസിൽ പറയാവോ? സ്ക്രീനും അതുപോലെ തന്നെ വോയിസും ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, സെറ്റ്. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേര് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ് എന്നാണ് അല്ലെ? നമ്മളെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബികോമിനും BBA-ക്കും കോമൺ ആയിട്ടുള്ള ഒരു മൈനർ പേപ്പർ ആണ് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ് എന്നുള്ളത്. ഓക്കെ, അതിലെ ഒരു ഭാഗം ഫസ്റ്റ് ബ്ലോക്കിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്ക് ചെറുതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവർലി നിങ്ങളുടെ എക്സാം ചോദിക്കുന്നതാണ്. ഒന്നുകൂടെ പറയാണ്, പേര് മുഹമ്മദ് നിയാഫ്സി, സ്ഥലം രാമപുരാണ്, മലപ്പുറം ജില്ലയിലെ രാമപുരാണ്. അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ക്രിസ്ത്യൻ വാലി കോളേജ് മോങ്ങം, മലപ്പുറത്ത്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് ബ്ലോക്കിലെ അഥവാ ഫസ്റ്റ് മൊഡ്യൂളിലെ 3 ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ രണ്ടാമത്തെ ഭാഗവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്നത്, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവൂ എന്ന് പറയാൻ പറ്റൂ. വാലിഡ് കേട്ടോ, ആ വാക്കൊന്ന് ഓർത്തേക്കണം, വാലിഡ് അഥവാ വാലിഡ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം നമുക്ക് അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വോയിഡ്. ഈ ടേം നിങ്ങൾക്ക് ഇനി നമ്മൾ പറയുന്ന ഭാഷണത്തിൽ കേൾക്കാൻ പറ്റൂ കേട്ടോ. വാലിഡിന്റെ ഓപ്പോസിറ്റ് ആണ് വോയിഡ്. ഓക്കെ, അഥവാ വാലിഡ് അല്ല എന്നുള്ളത്. നോക്കാം കേട്ടോ. ഈ 10 പോയിന്റ് ആണ് ഇന്നത്തെ ഒരു ചെറിയ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ, വാലിഡ് ആണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നിയമപ്രകാരം സാധുതയുള്ളത് അല്ലെ, അഥവാ നമുക്ക് ഒഫീഷ്യലി നിയമപ്രകാരം നമുക്ക് കേസും മറ്റൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്നത്. അങ്ങനെ നിയമപ്രകാരം സാധുതയുള്ള കോൺട്രാക്റ്റിന്റെ എലമെന്റ്സ്, എസെൻഷ്യൽ എലമെന്റ്സ് 10 എലമെന്റ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 10-ലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ വായിക്കാണ്, ഓരോന്ന് ഞാൻ വിശദീകരിച്ച് പറയാം കേട്ടോ. ഫസ്റ്റ് എഗ്രിമെന്റ്, 2 കൺസെൻസ് ആഡ് ഐഡിയം, 3 ഫ്രീ കൺസെന്റ്, 4 കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്, 5 ലോഫുൾ കൺസിഡറേഷൻ, 6 ലോഫുൾ ഒബ്ജക്ട്, 7 നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്, 8 intention to create legal relations, 9th certainty of meaning, then 10th legal formalities. ഈ 10 കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഒരു കോൺട്രാക്ട് വാലിഡ് ആയി നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ വോയിഡ് ആയിരിക്കും കേട്ടോ. വോയിഡ് പറഞ്ഞാൽ വാലിഡിന്റെ ഓപ്പോസിറ്റ് വോയിഡ്, അഥവാ നമുക്ക് പരിഗണിക്കാൻ പറ്റാത്തതാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് എഗ്രിമെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, എഗ്രിമെന്റ് മാത്രം എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എഗ്രിമെന്റ് എന്താന്നുള്ളത് അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ റെഡിങ്ങിൽ കൊടുത്തൊരു കാര്യമാണ്, ഓഫറും അക്സെപ്റ്റൻസും. ഇത് രണ്ടും ചേർന്നതാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഓഫർ, എന്താണ് അക്സെപ്റ്റൻസ്? അതിന്റെ ഒരു എക്സാമ്പിൾ താഴെ നോക്കിയേ. മിസ്റ്റർ എ, ഇതൊരു എ ആണല്ലേ, ഇയാൾ പറയാണ് എന്റെ കാറ് ബി എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ വിൽക്കാണ് 5 lakh. ഇത് ഓഫറാണ് കേട്ടോ. വിൽക്കാണ് എന്ന് ആരോട് പറഞ്ഞു? എ ബിനോട് പറഞ്ഞു. എന്റെ കാറ് എന്റെ ഈ കാറ് 5 ലക്ഷം രൂപക്ക് നിനക്ക് ഞാൻ വിൽക്കുന്നു, ഇത് ഓഫറാണ്. അപ്പൊ ബി പറയാണ് ഓക്കെ, ഞാൻ റെഡിയാണ്, ഞാൻ വാങ്ങിക്കാം, 5 ലക്ഷം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അവര് അതിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്തുണ്ടായി? ഓഫറും ഉണ്ടായി, അക്സെപ്റ്റൻസ് ഉണ്ടായി. അപ്പൊ ഇതൊരു അഗ്രിമെന്റ് ആണ്. സപ്പോസ് ഇവിടെ ഓഫർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ, എന്റെ കാർ ഞാൻ വിൽക്കാം, 5 ലക്ഷത്തിന് വിൽക്കാം. പക്ഷെ ബിക്ക് 5 ലക്ഷത്തിന് വാങ്ങാൻ തയ്യാറല്ല, അവരത് സമ്മതിച്ചില്ല, അവർ മിണ്ടിയില്ല. അപ്പൊ ഇവിടെ എന്തുണ്ടായി? ഓഫർ ഉണ്ടായി, എന്തുണ്ടായില്ല? അക്സെപ്റ്റൻസ് ഉണ്ടായില്ല. ഇത് അഗ്രിമെന്റ് അല്ല. ഇനി വേറെ ഓപ്പോസിറ്റ് ഒന്നുകൂടെ പറയാണ്, ബി പറയാണ് ഓ എന്റെ കാർ അടിപൊളിയാണ് കേട്ടോ, 5 lakhനൊക്കെ ഞാൻ വാങ്ങിക്കോളാം എന്ന് പറയാണ്. ആര് പറയാണ്? ബി പറയാണ്. അതിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല. ബി പറഞ്ഞു ഈ കാർ ഞാൻ 5 ലക്ഷത്തിന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു, പക്ഷെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇവിടെ എന്തുണ്ട്? അക്സെപ്റ്റൻസ് ഉണ്ട്, എന്തില്ല? ഓഫർ ഉണ്ടായിട്ടില്ല അല്ലെ. കാറ് എന്റെയാണ്, ഒന്നും പറഞ്ഞില്ല. അപ്പോ
രണ്ടിൽ ഒന്നുണ്ടായിട്ട് കാര്യമല്ല. ഒരു ഭാഗത്ത് നിന്ന് ഓഫർ ഉണ്ടാവണം, മറുഭാഗത്ത് നിന്ന് അതിനെ അക്സെപ്റ്റൻസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അതിനെ എഗ്രിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനത്തെ അഗ്രിമെന്റുകൾക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? വാലിഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനത്തതിനെ നമ്മൾ വാലിഡ് കോൺട്രാക്ട്, കണ്ട നമ്മുടെ ഹെഡിങ് അതാണ്, വാലിഡ് കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്ത് വേണം? എഗ്രിമെന്റ് വേണം. നോക്കിയേ, ഇറ്റ് ഈസ് ഫോംഡ് വെൻ വൺ പാർട്ടി മേക്സ് ദ പ്രൊപ്പോസൽ. പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ഓഫർ. ഒരു പാർട്ടി എന്ത് ചെയ്യണം? ഓഫർ കൊടുക്കണം, അല്ലെങ്കിൽ പ്രൊപ്പോസൽ കൊടുക്കണം. ആൻഡ് ദ അതർ പാർട്ടി അക്സെപ്റ്റീസ്. അപ്പൊ രണ്ടാമത്തെ പാർട്ടി അത് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യും വേണം, അല്ലെ? പ്രണയത്തിലും അങ്ങനെ തന്നെ വേണം കേട്ടോ. പ്രണയത്തിൽ ചിലപ്പോൾ എന്താ പറയോ, പ്രൊപ്പോസലേ ഉണ്ടാവുള്ളൂ, അഥവാ ഓഫറേ ഉണ്ടാവുള്ളൂ. എന്തുണ്ടാവില്ല? അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. അത് അഗ്രിമെന്റ് ആവില്ല. അത് വെച്ച് നടക്കും വേണ്ട കേട്ടോ. അപ്പൊ രണ്ടു ഭാഗത്തുനിന്നുണ്ടെങ്കിലേ എവിടെ വരുള്ളൂ? വാലിഡ് ആവുള്ളൂ. അത് ഓർത്ത് വെച്ചോളി. അപ്പോ രണ്ടു ഭാഗം വേണം, രണ്ടു ഭാഗം ക്ലിയർ ആണ്. ഓഫർ മാത്രം പോരാ, അക്സെപ്റ്റൻസ് വേണം. അക്സെപ്റ്റൻസ് മാത്രം പോരാ, എന്നും വേണം, ഓഫറും വേണം. അപ്പൊ വൺ സൈഡ് ആയിട്ട് കാര്യമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു കാര്യമാണ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് പറയാനുള്ളത്. എഗ്രിമെന്റ് എന്ത് വേണം? ഒന്ന് ഓഫർ വേണം, രണ്ട് അക്സെപ്റ്റൻസും വേണം. അത് രണ്ടും കൂടെ കൂടിയതിനെയാണ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. എഗ്രിമെന്റ് ആയാൽ മാത്രമേ നമ്മുടെ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ കോൺട്രാക്ട് വാലിഡ് ആവുള്ളൂ. അപ്പൊ ഒന്നാമത്തത് എഗ്രിമെന്റ്. എഗ്രിമെന്റിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓക്കെ, ഒന്നുകൂടെ പറയാണ്, വൺ പാർട്ടി മേക്സ് ദ പ്രൊപ്പോസൽ. ഒരു പാർട്ടി എന്ത് ചെയ്യണം? പ്രൊപ്പോസൽ കൊടുക്കണം, അഥവാ ഓഫർ കൊടുക്കണം. ആൻഡ് ദ അതർ പാർട്ടി അക്സെപ്റ്റ് ഇറ്റ്. രണ്ടാമത്തെ പാർട്ടി അത് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യുകയും വേണം. അപ്പൊ ഒരു പാർട്ടി പ്രൊപ്പോസൽ കൊടുക്കാൻ വേണം, ഓഫർ കൊടുക്കാൻ വേണം, രണ്ടാമത്തെ പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യും വേണം. അത് രണ്ടുണ്ടെങ്കിലേ അവിടെ എന്തുണ്ടാവുള്ളൂ? എഗ്രിമെന്റ് ഉണ്ടാവുള്ളൂ. എഗ്രിമെന്റ് ഉണ്ടെങ്കിലേ അത് ഒരു വാലിഡ് കോൺട്രാക്ട് ആയിട്ട് മാറുള്ളൂ. ക്ലിയർ? ഇതാണ് ഒന്നാമത്തത്. റെഡി അല്ലേ? ഇപ്പൊ നിങ്ങൾ ഈ കല്യാണം ഒക്കെ കണ്ടിട്ടുണ്ടാവും, കല്യാണം കഴിക്കുന്നതൊക്കെ. അവിടെ ഒരു ഇപ്പൊ നിക്കാഹ് ചടങ്ങൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതില് എന്താ പറയും, എന്റെ മോളെ കെട്ടിച്ചു തന്നു എന്ന് പറയും, അത് ഓഫറാണ്. അപ്പൊ ഹസ്ബൻഡ് പറയും, അല്ലെ, ഞാൻ അതിനെ സ്വീകരിച്ചു എന്ന് പറയും, അത് അക്സെപ്റ്റൻസ് ആണ്. അപ്പൊ ഇത് രണ്ടുണ്ടെങ്കിലേ എന്താവുള്ളൂ? എഗ്രിമെന്റ് ആവുള്ളൂ. എഗ്രിമെന്റ് ഉണ്ടെങ്കിലേ അതൊരു വാലിഡ് കോൺട്രാക്ട് ആയിട്ട് മാറുള്ളൂ. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് രണ്ടുപേരൊന്ന് വോയിസിലൊന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് റെഡി റെഡി. രണ്ടാമത്തത് ശ്രദ്ധിച്ചോളി കേട്ടോ. ഇതിങ്ങനെ ചില പോയിന്റുകൾ നമുക്ക് ഒരുപോലെ ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഇത് ചെറിയ മാറ്റമുണ്ട്. കറക്റ്റ് ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ പോയിന്റ്, കൺസെൻസ് ആഡ് ഐഡിയം. അതായത് എഗ്രിമെന്റ്, ഇതൊരു ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ, അതാണ് നമുക്ക് വായി കിട്ടാത്തൊരു വാക്കായിട്ട് തോന്നുന്നത്. എഗ്രിമെന്റ് ഓൺ സെയിം തിങ് സെയിം സെൻസ്, അതും കൂടെ അതിന്റെ ഒപ്പം കൊടുക്കാം. സെയിം സെൻസ്, അതായത് ഒരേ രൂപത്തിൽ ഒരേ സെൻസിലായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം സിമ്പിൾ ആയിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാറോ, നമ്മൾ ഈ റെഗുലേഷൻസ് കംപ്ലീറ്റ് പഠിക്കുമ്പോൾ എക്സാമ്പിൾ വെച്ച് പഠിക്കണം ഏറ്റവും ബെറ്റർ. നമുക്ക് ഇങ്ങനെ വായിച്ച ചിലപ്പോൾ ചില ടേമുകൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒക്കെ എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണ് ഏറ്റവും സിമ്പിൾ ആണ്. ഇപ്പോ നെക്സ്റ്റ് ഞാൻ പറയാണ്, എൻ്റെ അടുത്ത് രണ്ട് കാർ ഉണ്ട് കേട്ടോ. ഒരു മാരുതി ഉണ്ട്, ഒരു അൾട്ടോ ഉണ്ട് എന്ന് വെച്ചോളൂ. രണ്ട് കാർ ഉണ്ട്. ഇപ്പൊ ഞാന് മിസ്റ്റർ എനോട് പറയാണ്, അല്ലെ, ഇത് ഞാനാണ് കേട്ടോ, ഞാനാണ് ഇവിടെ ഓഫർ കൊടുക്കുന്ന ആള്. ഇത് ഞാന് മിസ്റ്റർ എ ആണ് എന്റെ ഓഫർ സ്വീകരിക്കുന്നത്, അഥവാ അക്സെപ്റ്റ് ചെയ്യുന്ന ആള് കേട്ടോ, മിസ്റ്റർ എ. ഞാൻ പറയാണ്, എന്റെ കാറ് അത്രേ പറയുന്നുള്ളേ, നിനക്ക് ഞാൻ 1,00,000 വിൽക്കാം. അപ്പോ എ പറയണ ഓക്കെ, അത് 1,00,000 വാങ്ങാം എന്ന് പറയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഏതാ അറിയോ? എന്റെ മാരുതി കാറാണ്. പക്ഷെ എ ഉദ്ദേശിച്ചത് ഏതാ? എന്റെ അൾട്ടോ കാറാണ്. ഇവിടെ മാറ്റവും വന്നിട്ടുണ്ട്. എന്റെ ഉദ്ദേശം ഒന്നായിരുന്നു, ഞാനത് സ്പെസിഫൈ ചെയ്തില്ല. എയുടെ ഉദ്ദേശം വേറെ ഒന്നായിരുന്നു, അവനും അത് സ്പെസിഫൈ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ട് എന്തല്ല, വാലിഡ് അല്ല, വോയിഡ് ആയിട്ട് മാറും. കാരണം എന്തേ? അതാണ് ഇവിടെ പറയുന്നത്. എഗ്രിമെന്റ് ഓൺ സെയിം തിങ്. എന്താണോ ഓഫർ കൊടുക്കുന്ന ആള്, അയാൾ ഉദ്ദേശിക്കുന്ന അതേ സാധനം തന്നെ ആവണം അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്, അല്ലെ? സപ്പോസ് ഇവിടെ എനിക്ക് ആകെ ഒറ്റ കാറേ ഉള്ളൂ, അൾട്ടോ എന്നുള്ള ഒരു കാറേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നം വരൂല. കാരണം ഞാൻ എന്റെ കാറ് വിൽക്കുന്നു എന്നാണ് അവനക്ക്, പിന്നെ അവിടെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. എനിക്ക് ആകെ ഒരു കാറേ ഉള്ളൂ, ആ കാറിനെ ഞാൻ വിൽക്കുള്ളൂ, അത് അവനും അറിയാം. ഓക്കെ, പക്ഷെ ഇവിടെ എൻ്റെ അടുത്ത് രണ്ട് കാർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പൊ എന്താണോ ഒരു പാർട്ടി പറയുന്നത്
അതേ സാധനം അതേ മൈൻഡിൽ തന്നെ ആയിരിക്കണം മറ്റേ പാർട്ടിയും സ്വീകരിക്കേണ്ടത്. അപ്പൊ അവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ടേം ഇതാണ്, എഗ്രിമെന്റ് ഓൺ സെയിം തിങ്. ഒരേ കാര്യം അല്ലെ, ഒരേ വിഷയത്തിന്റെ മേലാണ് നമ്മൾ ആ കോൺട്രാക്ട് ഉണ്ടാവേണ്ടത്. നോക്കേ, ഫോർ എ വാലിഡ് കോൺട്രാക്ട് there must be a complete identity of minds. മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാളുകളുടെ മൈൻഡ്, അതവിടെ പറയുന്നുണ്ട്, ബിറ്റ്വീൻ ദ കോൺട്രാക്ടിങ് പാർട്ടീസ് അല്ലെ. ഇവിടെ രണ്ട് പാർട്ടി ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാനൊന്ന്, മിസ്റ്റർ എ ഒന്ന് അല്ലെ. ഈ രണ്ടാളുകളുടെ മൈൻഡും ഐഡന്റിറ്റി ഉണ്ടാവണം, അഥവാ തുല്യമാവണം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്ത് പറയണം, എന്റെ മാരുതി കാറ് നിനക്ക് 1 ലക്ഷത്തിന് വിൽക്കുന്നു. അപ്പൊ അവൻ പറയണം ഓക്കെ, അത് 1 ലക്ഷത്തിന് ഞാൻ വാങ്ങിക്കാം. യെസ്, ഇവിടെ ക്ലിയർ ആയി, കാരണം ഇവിടെ കൺഫ്യൂഷൻ ഇല്ല, എന്റെ മാരുതി കാർ ഞാൻ കറക്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണോ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, കരാറിൽ ഏർപ്പെടുന്നത്, അത് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യണം. അഥവാ രണ്ടാളുടെ മൈൻഡിലും അത് കറക്റ്റ് ആവണം, കൺഫ്യൂഷൻസിന് ഇടവരരുത്. അതാണ് രണ്ടാമത്തത് കൺസെൻസ് ആഡ് ഐഡിയം എന്ന് പറയുന്ന, അഥവാ എഗ്രിമെന്റ് ഓൺ സെയിം തിങ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ 2 പോയിന്റാ പറഞ്ഞത്. ഒന്ന് എഗ്രിമെന്റ്, അഥവാ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, ഒന്ന് എഗ്രിമെന്റ് ഉണ്ടാവണം. എഗ്രിമെന്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിൽ വേണ്ടത് ഒരു ഓഫർ ഉണ്ടാവണം, അതോടൊപ്പം തന്നെ അക്സെപ്റ്റൻസ് ഉണ്ടാവണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് കൺസെൻസ് ആഡ് ഐഡിയം എന്ന് പറയുന്നത്, അതായത് 2 പേരും അഥവാ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന 2 പേരുടെയും മൈൻഡ് സെറ്റ് സെയിം ആവണം, ഒരൊറ്റ വസ്തുവിന്റെ മേലിൽ തന്നെ ആയിരിക്കണം, കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. ദെൻ മൂന്നാമത്തത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാണ്, എല്ലാവരും ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീ കൺസെന്റ്, അഥവാ സ്വമേധയാ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. കറക്റ്റ് ശ്രദ്ധിക്കണേ, ഫ്രീ മൈൻഡ് ഫ്രീ ആണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഒരാളെ പോയിട്ട് അവന്റെ കഴുത്തിന് പിടിച്ച് കത്തി ചൂണ്ടിട്ട് അല്ലെ, കൊയേഷൻ എന്നാ പറയാ, നമ്മളവനെ ഭീഷണിപ്പെടുത്തി, അല്ലെ അണ്ടു ഇൻഫ്ലുവൻസ് അല്ലെ, ഒരാളെ പിടിച്ച് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തു, ഈ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നെ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു. അല്ലെ ഫ്രോഡ്, തെറ്റിദ്ധരിപ്പിച്ചു അല്ലെ, ഫ്രോഡ്, മിസ് റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്, ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കല. പിന്നെ കുറെ കേസുകൾ നമ്മൾ കേൾക്കലുണ്ട്, മറ്റേ നാഗമാണിക്യുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ പുതിയ ഞാൻ പറയാണ്, നമ്മളെ കടലിൽ നിന്ന് പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, മത്സ്യകന്യക. എൻ്റെ അടുത്തൊരു മത്സ്യകന്യക ഉണ്ട്, ഒരു 10 കോടി തന്നാൽ ഞാൻ അതിനെ തരാന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഫ്രോഡും മിസ് റെപ്രസെന്റേഷൻ മിസ്റ്റേക്കും ഒക്കെയാണ് അല്ലെ. ഫ്രോഡാണ് ഏറ്റവും വലുത്, ഫ്രോഡ്. ഓക്കെ, അപ്പൊ അങ്ങനൊന്നും ആവരുത്. കൃത്യമായിട്ട് ഞാൻ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ, അയാളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ അയാളെ എന്തെങ്കിലുമൊക്കെ മോശമാക്കി കാണിച്ചിട്ടോ, അങ്ങനൊന്നും ആവരുത്. നമ്മുടെ കോൺട്രാക്ട് വളരെ ഫ്രീ ആയിട്ട്, കോൺസെന്റ് ഫ്രീലി എന്നാ പറയുന്നത്, വളരെ ഫ്രീ ആയിട്ടായിരിക്കണം. ഫ്രീ അഥവാ സമ്മതത്തോടു കൂടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. അപ്പൊ ഞാനൊരു എന്റെ കാറ് വിൽക്കുകയാണ് അല്ലെ, വേറൊരാളെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കുകയാണ്, അവന് താല്പര്യമല്ല, ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അവനെ ഭീഷണിപ്പെടുത്താണ്, എങ്ങാനും ഈ കാറ് വാങ്ങിയില്ലെങ്കിൽ ഞാൻ എന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒന്നും നൽകില്ല അല്ലെ, എന്നോട് ഞാൻ മുണ്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പൊ എന്താണ്, അവന് ഇഷ്ടമുണ്ടായിട്ട് കാറ് വാങ്ങല്ല, എന്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് അവൻ ആ കാറ് വാങ്ങാണ്. അതൊരിക്കലും എന്തല്ല, വാലിഡ് അല്ല, അത് വോയിഡ് ആണ്. വാലിഡ് അല്ല എന്നതിനർത്ഥം വോയിഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ കൺസെന്റ് ഫ്രീലി, ഈ വാക്കുകൾ അവിടെ പഠിച്ചു വെക്കണം. ഫ്രീ ആയിട്ട്, ഈ ഹെഡിങ് തന്നെയാണ് അല്ലെ, ഫ്രീ കൺസെന്റ് ഫ്രീലി, അഥവാ ഫ്രീ മൈൻഡോട് കൂടെ ആയിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. അല്ലാണ്ട് ഒരാളുടെ ഭീഷണിക്ക് വഴങ്ങിയോ, ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ, ഒരാളെ പറ്റിച്ചോ, അല്ലെങ്കിൽ ഒരാളെ മിസ്റ്റേക്കിലൂടെയോ ഒന്നും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ആ കോൺട്രാക്ട് ഒന്നും എന്തല്ല, വാലിഡ് അല്ല, അതൊക്കെ വോയിഡ് ആണ്. അപ്പൊ ഫ്രീ കൺസെന്റ്, അതാണ് മൂന്നാമത്തെ പോയിന്റ് ഓർത്തു വെക്കുക. ഒന്നുകൂടെ പറയാണ്, ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു വാലിഡ് കോൺട്രാക്റ്റിന്റെ എലമെന്റ്സ്, എസെൻഷ്യൽസ്, ആവശ്യമുള്ള കാര്യങ്ങൾ. ഒന്ന് നമ്മൾ പറഞ്ഞു എഗ്രിമെന്റ്. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഓഫറും വേണം, അക്സെപ്റ്റൻസും വേണം. ഇത് രണ്ടുണ്ടെങ്കിലേ എഗ്രിമെന്റ് ആവുള്ളൂ. ആ എഗ്രിമെന്റ് ഉണ്ടെങ്കിലേ ആ കോൺട്രാക്ട് എന്താവുള്ളൂ, ഒരു വാലിഡ് കോൺട്രാക്ട് ആവുള്ളൂ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു കൺസെൻസ് ആഡ് ഐഡിയം, അഥവാ എഗ്രിമെന്റ് ഓൺ സെയിം തിങ് അല്ലെ. 2 പേരും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന 2 ടീമിന്റെയും മൈൻഡിലുള്ള കാര്യങ്ങൾ സെയിം ആവണം, മാറ്റുണ്ടാവാൻ പാടില്ല. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഫ്രീ കൺസെന്റ്. ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ, മിസ്റ്റേക്കിലൂടെ ഒന്നും ആവരുത്. വളരെ ഫ്രീ ആയിട്ടായിരിക്കണം അവര് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. എങ്കിൽ മാത്രമേ ആ കോൺട്രാക്ട് വാലിഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം വോയിഡ് ആയിരിക്കും. ദെൻ നാലാമത്തേത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, അഥവാ
ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികളുടെ കപ്പാസിറ്റി അഥവാ ലീഗലി കോമ്പീറ്റന്റ് ആവണം എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം കരാറിൽ ഏർപ്പെടാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ഫോർ എക്സാമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മൈനർ ആവരുത്. നമുക്കറിയാം 18 വയസ്സ് അല്ലെ, നമ്മൾ ഇന്ത്യൻ നിയമത്തിൽ 18 വയസ്സായ ആളുകളെയാണ് മേജർ എന്ന് വിളിക്കുന്നത്. ഈ 18 വയസ്സായ ആളുകൾക്ക് കരാറിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ഒരു ചെറിയ കുട്ടി, ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഒരു കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ എന്തല്ല, വാലിഡ് അല്ല. അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി ഒരു കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ വാലിഡ് അല്ല, അത് വോയിഡ് ആണ്. കാരണം എന്തേ, അവന് മെജോറിറ്റി എത്തിയിട്ടില്ല. അടുത്ത സൗണ്ട് മൈൻഡ്. ഇതിന്റെ എക്സാമ്പിൾ പറയാം കേട്ടോ. സൗണ്ട് മൈൻഡ്, സൗണ്ട് പറഞ്ഞാൽ നല്ല, ഇപ്പൊ നമ്മളെ പോലത്തുള്ള ആൾക്കാര് അഥവാ ഭ്രാന്തനല്ലാത്ത ആളുകള്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ്, ഒരു ഭ്രാന്തന് ഒരു കരാറിൽ ഏർപ്പെട്ടു, അതെന്തല്ല, വാലിഡ് അല്ല. കാരണം എന്ത്, അവന് അൺസൗണ്ട് മൈൻഡ് ആണ്, അഥവാ ബുദ്ധി ഇല്ലാത്ത ആളാണ്. ഇപ്പൊ സൗണ്ട് മൈൻഡ് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആള് അല്ലെ. ഇപ്പൊ മെജോറിറ്റി അഥവാ പ്രായപൂർത്തിയായ ആളാവണം, സൗണ്ട് മൈൻഡ് ആവണം അഥവാ ബുദ്ധിയുള്ള ആളാവണം. ആൻഡ് നോട്ട് എക്സ്പ്രസ്ലി ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ്. എന്തെങ്കിലും കാരണവശാൽ കോൺട്രാക്റ്റിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത ആളാണ്. എന്താ അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ഒരു അവസരം? ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാവാണ്. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുന്ന വേളയിൽ നമ്മളെ ശത്രു രാജ്യത്തിലെ ഒരാളുമായിട്ടും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അത് നിയമമാണ്, അത് നമ്മൾ ബാൻ ചെയ്തതാണ്. ഇപ്പൊ ഇന്ത്യ അമേരിക്ക നമ്മൾ യുദ്ധം ഉണ്ടാവണം സപ്പോസ്. അങ്ങനെ ആവണമെങ്കിൽ അമേരിക്കയിൽ ഒരാളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല ആ സമയത്ത് കേട്ടോ, ആ യുദ്ധം നടക്കുന്ന വേളയിൽ. അതാണ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിങ്. അപ്പോൾ ഇത് നമ്മളെ നിയമത്തിലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നിയമപ്രകാരം എന്തെങ്കിലും ആർക്കെങ്കിലും ഡിസ്ക്വാളിഫൈ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് എന്ത് ചെയ്യരുത്, കരാറിൽ ഏർപ്പെടരുത്. അപ്പൊ എന്താ പറഞ്ഞത്? 4ാമത്തെ പോയിന്റ് നോക്കിയേ, ലീഗലി കോമ്പീറ്റന്റ് പേഴ്സൺ ആവണം. എന്താ ഒന്നുകൂടെ നോക്കിയേ, ലീഗലി കോമ്പീറ്റന്റ് പേഴ്സൺ ആവണം. ആര്? കരാറിൽ ഏർപ്പെടുന്ന ആളുകള്. എന്ത് ഈ കോമ്പീറ്റന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ആണ്, ഒന്ന് മൈനർ ആവരുത് അഥവാ മേജർ ആവണം, അൺസൗണ്ട് മൈൻഡ് ആവരുത് അഥവാ ഭ്രാന്തനാവരുത്, എന്താവണം, സൗണ്ട് മൈൻഡ് ഉള്ള ആളാവണം അഥവാ ബുദ്ധിയുള്ള ആളാവണം. പിന്നെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാവരുത് അഥവാ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള കരാറെ എന്ത് നമ്മള് കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കുള്ളൂ, അല്ലെങ്കിൽ അതെന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. 4 പോയിന്റ് പറഞ്ഞു കേട്ടോ. ഓരോന്നിങ്ങനെ ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. 1ാമത്തെ നമ്മൾ പറഞ്ഞ എഗ്രിമെന്റ് അഥവാ ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടാകണം, എങ്കിലേ ആ കോൺട്രാക്ട് വാലിഡ് ആവൂ. 2ാമത് പറഞ്ഞത് കൺസെൻസ് ആഡ് ഐഡിയം അഥവാ സെയിം തിങ്. ആ സെയിം എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. സെയിം തിങ്, ഐഡന്റിറ്റി ഓഫ് മൈൻഡ് അല്ലെ. കരാറിൽ ഏർപ്പെടുന്ന, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് സെയിം ആവണം. ആ സെയിം തിങ്ങിൽ തന്നെ ആയിരിക്കണം അവരുടെ ആ കോൺട്രാക്ട് ഉണ്ടാവേണ്ടത്. 3ാമത് നമ്മൾ പറഞ്ഞു ഫ്രീ കൺസെന്റ് അഥവാ വളരെ ഫ്രീ ആയിട്ട്, മൈൻഡ് ഫ്രീ ആയിട്ടാവണം അയാൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. ഭീഷണി മൂലോ മറ്റൊന്നും ചെയ്താൽ അത് നമ്മൾ പരിഗണിക്കില്ല. 4ാമത് പറഞ്ഞത് ലീഗലി കോമ്പീറ്റന്റ് പേഴ്സൺ ആവണം അഥവാ മേജർ ആയിട്ടുള്ള, മീൻസ് നമ്മളെ ചെറിയ കുട്ടികളല്ലാത്ത 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകളായിരിക്കണം. ഭ്രാന്തനാവരുത്, എന്തെങ്കിലും ഡിസ്ക്വാളിഫൈ ചെയ്ത ആളാവരുത്. ഓക്കെ, അപ്പൊ അങ്ങനെ ലീഗലി കോമ്പീറ്റന്റ് പേഴ്സൺസിന് മാത്രമേ കരാറിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. 5ാമത്തെ പോയിന്റ് ലോഫുൾ കൺസിഡറേഷൻ അഥവാ an agreement to be enforceable by law. നിയമപ്രകാരം സാധുത ഉള്ളതാവണം അഥവാ നമ്മുടെ കൺസിഡറേഷൻ. ഇപ്പൊ ഞാൻ പറയാണ് അല്ലെ, എന്റെ കാറ് ഞാൻ നിൽക്കുകയാണ്, പകരം എനിക്ക് കുറച്ച് കഞ്ചാവ് വരുന്നുണ്ടോ. കഞ്ചാവ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ബൈ ലോ ഇല്ലാത്തതാണ്, നിയമപ്രകാരം സാധുത ഇല്ലാത്തതാണ്. ഓക്കെ, അത് ഞാൻ പറയാണ്, നിനക്ക് ഞാൻ ഒരു 10 ലക്ഷം തരാം, എന്റെ സ്വർണ്ണം ഒന്ന് വേറെ രാജ്യത്തേക്ക് കടത്തി തരണം. സ്വർണ്ണക്കടത്ത് എൻഫോഴ്സിബിൾ ബൈ ലോ പറ്റില്ല, നിയമപ്രകാരം പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യത്തിന് എന്ത് പാടില്ല, അഗ്രിമെന്റ് ഉണ്ടാക്കേണ്ട, നമ്മൾ പണി പോവും. ഓക്കെ, അപ്പൊ അതാണ് എൻഫോഴ്സിബിൾ ബൈ ലോ, നിയമപ്രകാരം ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധുത ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. അപ്പൊ ലോഫുൾ കൺസിഡറേഷൻ എന്നതിന്റെ ഉദ്ദേശം അതാണ്, an agreement to be enforceable by law, നിയമപ്രകാരം സാധുത ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ
കോൺട്രാക്ട് ഉണ്ടാവേണ്ടത്. അപ്പൊ നോക്കിയേ, എൻഫോഴ്സിബിൾ ബൈ ലോ മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. മോറോവർ ദ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, നമ്മളെ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ അല്ലെ. ഞാൻ വേറെ എക്സാമ്പിൾ പറയാണ്, ഞാൻ പറയാണ് എന്റെ ബൈക്ക് ഈ കൊണ്ടുപോയിക്കോ, പകരം എനിക്ക് കുറച്ച് മയക്കുമരുന്ന് അല്ലെങ്കിൽ കുറച്ച് ഡ്രഗ്സ് കൊണ്ടുവരേ അല്ലെ. അവിടെ എന്താണ്, ആ ഒരു കൺസിഡറേഷൻ എന്നുള്ളത് ലോഫുൾ അല്ല. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് എന്തല്ല, വാലിഡ് അല്ല. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു ലോഫുൾ കൺസിഡറേഷൻ. അതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ടേം ഇതാണ്, എൻഫോഴ്സബിൾ ബൈ ലോ. നിയമപ്രകാരം സാധുത ഉള്ളതാവണം. ദെൻ ആറാമത്തത് അതേപോലത്തെ വേറൊരു ടേമാണ് ലോഫുൾ ഒബ്ജക്റ്റ്. ലോഫുൾ ഒബ്ജക്റ്റ് അഥവാ നമ്മുടെ ലക്ഷ്യം കൃത്യമായിട്ട് നിയമപ്രകാരം ആയിരിക്കണം. നോക്കിയേ, ഇപ്പൊ അൺലോഫുൾ നിയമപ്രകാരം അല്ലാത്തത്, ഇല്ലീഗൽ അല്ലെങ്കിൽ ഇമ്മോറൽ അല്ലെങ്കിൽ ഡിഫീറ്റ് പ്രൊവിഷൻസ് ഓഫ് എനി ലോ. ഞാൻ ഇപ്പൊ പറയാണ്, അപ്പോ മിസ്റ്റർ രാജുവിനോട് പറയാണ്, രാജുവിനോട് അവിടെ വാഹനങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകണം, ഈ അവിടെ പോയിട്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുക, എന്നിട്ട് കുറെ വാഹനങ്ങൾ അവിടെ ഫുള്ള് ബ്ലോക്ക് ആക്കിയൊക്കെ, എന്നാൽ എനിക്ക് ഞാനൊരു 10,000 രൂപ തരാം അല്ലെ. ഇതെന്താണ്, അൺലോഫുൾ ആണ്. മീൻസ് നിയമപ്രകാരം ശരിയല്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള, മോറൽ അല്ല ഇമ്മോറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അവിടെ ഒരു ആവശ്യമില്ലാണ്ട് പോയിട്ട് ട്രാഫിക് ജാം ഉണ്ടാക്കിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ നിയമപ്രകാരം ഇല്ലാത്ത അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള, ഇമ്മോറൽ ആയിട്ടുള്ള, മോറൽ എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇമ്മോറൽ, ഇമ്മോറൽ ആയിട്ടുള്ള, ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ തകർക്കുന്ന, പ്രൊവിഷൻസ് ഓഫ് എനി ലോ, ഏതെങ്കിലും നിയമങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിന്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അല്ലെ. ഒരു ഉദാഹരണം, മറ്റൊരു ഉദാഹരണം പറയാണ്, കുറെ കുട്ടികൾ ഇപ്പോ അവിടെ അതിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറയാണ്, ഒരാളോട് പറയാണ്, ഈ പോയിട്ട് ആ കുട്ടികളൊക്കെ പോയിട്ട് ആക്രമിക്കുക, രൂപ തരാം അല്ലെ. ആ കുട്ടികളെ ആക്രമിക്കുക എന്നുള്ളത് എന്താണ്, അൺലോഫുൾ ആണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, നിയമപ്രകാരം തെറ്റായിട്ടുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് അല്ലെ, അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിയമത്തെ അല്ലെ, കുട്ടികളെ അവർക്ക് അവകാശമുണ്ട്, ആ അവകാശത്തെ ഡിഫീറ്റ് ചെയ്യുന്ന, തകർക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കരാർ ഉണ്ടാക്കിയാൽ അതും എന്താണ്, ആ കരാറ് വാലിഡ് അല്ല, അത് വോയിഡ് ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാണ്, നമ്മുടെ ഒബ്ജക്റ്റ്, ലക്ഷ്യം എന്ന് പറയുന്നത് ലോഫുൾ ആവണം, നിയമപ്രകാരം സാധുത ഉള്ളതാവണം. ഓക്കെ, ദെൻ അടുത്തത് ഏഴാമത്തത് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. അതായത് ഏതെങ്കിലും നിയമപ്രകാരം നോട്ട് ഹാവ് ബീൻ ഡിക്ലെയർഡ് വോയിഡ്, അത് വോയിഡ് ആണ് എന്ന് പ്രഖ്യാപിക്കാത്തൊരു കാര്യമാവണം. ഇപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാണ്, അത് ഓൾറെഡി കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് വോയിഡ് ആണ്. വോയിഡ് ആണ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, വാലിഡിന് ഓപ്പോസിറ്റ് ആണ് വോയിഡ്. അത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി തീരുമാനിച്ചിട്ടുണ്ട്. നിയമപ്രകാരം നമ്മൾ ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മളെ ഒരു ഗെയിം ഉണ്ടല്ലോ, ആൾക്കാരെ കൊല്ലുന്ന ഒരു ഗെയിം, നമ്മളെ ബ്ലൂ വെയിൽ അല്ലെ, നീലത്തിമിംഗല, യെസ്, ബ്ലൂ വെയിൽ എന്നുള്ളൊരു ഗെയിം അല്ലെ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. തിമിംഗലത്തിന്റെ ഫോട്ടോ തൽക്കാലം തിമിംഗല എന്ന് വെച്ചോളി കേട്ടോ. ബ്ലൂ വെയിൽ ഇങ്ങനെ തിമിംഗലത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. അത് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്, അഥവാ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഗെയിം ഈ കളിച്ചാൽ ഇത്ര തരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഒരു കരാർ ഉണ്ടാക്കുകയാണ്. ആ കാര്യം തന്നെ എന്താണ്, ഇവിടെ ബാൻ ചെയ്തതാണ്, വോയിഡ് ആണ്, ഓൾറെഡി കോടതി പ്രഖ്യാപിച്ചതാണ്. ആ കാര്യം തന്നെ, ആ ഗെയിം കളിക്കുക എന്നുള്ളത് തന്നെ വോയിഡ് ആണ്, അഥവാ നിയമപ്രകാരം തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കരാർ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അതും, ആ കരാറും വോയിഡ് ആണ്. ദ അഗ്രിമെന്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഡിക്ലെയർഡ് വോയിഡ്. ആ നമ്മൾ ഏർപ്പെടുന്ന അഗ്രിമെന്റ് ഒരിക്കലും എന്താവരുത്, ഒരു വോയിഡ് ആയിട്ടുള്ള അഗ്രിമെന്റിന്റെ മുകളിലാവരുത്. പണ്ട് നമുക്കറിയാലോ, 500-ന്റെയും 1000-ന്റെ ഒക്കെ നോട്ട് പിൻവലിച്ചില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ആ നോട്ട് വെച്ചിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയാണ് അല്ലെ. 1000-ന്റെ ഒരു 100 നോട്ട് തന്നാൽ ഇത്ര എന്നുള്ള ഒരു എമൗണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു കരാർ ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ എഗ്രിമെന്റിന് എന്താണ്, വോയിഡ് ആണ്. കാരണം ആ പൈസകള്, പിൻവലിച്ച പൈസകൾ തമ്മിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റില്ല എന്നുള്ളത് കോടതിയുടെ റൂളാണ്. അപ്പൊ നമ്മൾ ആ റൂളിനെതിരെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കരാർ എന്താണ്, വോയിഡ് ആവും. അപ്പൊ ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഇതാണ്, നോട്ട് ഹാവ് ബീൻ ഡിക്ലെയർഡ് വോയിഡ്. നമ്മുടെ ഇന്ത്യൻ കോടതിയിൽ അത് വോയിഡ് ആണ്, അഥവാ നിയമപ്രകാരം സാധുത ഇല്ലാത്തതാണ് എന്ന് പ്രഖ്യാപിക്കാത്ത ഒരു കാര്യത്തിലെ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലയർഡ് വോയിഡ്. വോയിഡ് ആണ് എന്ന് പറഞ്ഞതിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ പോയിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കരുത്. ദെൻ എട്ടാമത്തത് ഇന്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻ. അതൊരു പോയിന്റ് ആണ്. ലീഗൽ റിലേഷൻ ആണ് ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ ഒരു കല്യാണത്തിന് വിളിച്ച്, എൻ്റെ സുഹൃത്തിനെ കല്യാണത്തിന് വിളിച്ച്, അവന് കല്യാണത്തിനൊക്കെ വരാൻ നേരിട്ട് ഓരോ ആളുകൾക്ക് വലിയൊരു ഗംഭീര പരിപാടിയാണെന്ന് വെച്ചോളൂ. ഒരാളുകൾക്ക് ഒരു 1500 രൂപയൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കാറ്ററിംഗ് ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 1500 രൂപയോളം ചെലവ് വരുന്നുണ്ട്, സപ്പോസ് വിചാരിച്ചോളൂ. അങ്ങനെ അയാൾ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അയാൾ വന്നില്ല. എനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം ഞാനും അയാളും തമ്മിൽ ലീഗൽ റിലേഷൻ അല്ല, ഞങ്ങൾ തമ്മിൽ സോഷ്യൽ റിലേഷൻ ആണ്. അല്ലെ? കല്യാണത്തിന് വരാതിരിക്കുക അതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. അത് വന്നാലും ഇല്ലെങ്കിലൊക്കെ ഒരിക്കലും ആ പേരിൽ എനിക്ക് അയാളുമായിട്ട് കേസ് കൊടുക്കാൻ പാടില്ല, കഴിയൂല. കാരണം ഞങ്ങൾ തമ്മിൽ ഉള്ള കോൺട്രാക്ട് എന്താണ്? സോഷ്യൽ കോൺട്രാക്ട് ആണ്, ലീഗൽ കോൺട്രാക്ട് അല്ല. ഓക്കെ. നേരെ മറിച്ച് ഞാൻ എൻ്റെ ഒരു സ്ഥാപനത്തിന്റെ ഇനാഗുറേഷൻ ഉണ്ട്, അല്ലെ? അതിലേക്ക് ഞാൻ ഒരു വലിയൊരു ഗസ്റ്റിനെ വിളിച്ചു, ഒരു ഫിലിം ആക്ടറെ വിളിച്ച്. അയാൾക്ക് ഞാൻ ക്യാഷ് കൊടുക്കാൻ ഏറ്റിരുന്നു, ആ ക്യാഷ് കൊടുത്തില്ല. ആ ക്യാഷ് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് എനിക്കെതിരെ എന്ത് കൊടുക്കാം? ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഞാനും എൻ്റെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളും നമ്മൾ റിലേഷൻ എന്താ? ലീഗൽ റിലേഷൻ. അത് സോഷ്യൽ അല്ല, അല്ലെ? നമ്മൾ കല്യാണത്തിന് വരുന്ന പോലെ അല്ല ഒരു ഗസ്റ്റിനെ നമ്മൾ വിളിച്ച് ക്ഷണിച്ചു വരുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ അദ്ദേഹം തമ്മിൽ ലീഗൽ റിലേഷനാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ അത്രേ ഉള്ളൂ, ലീഗൽ റിലേഷൻ ഉള്ള സമയത്തെ എന്ത് സാധിക്കുള്ളൂ? അഗ്രിമെന്റ് അല്ലെങ്കിൽ നമുക്ക് കോൺട്രാക്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലീഗൽ റിലേഷൻ ആണ് വേണ്ടത്, എന്തല്ല? സോഷ്യൽ റിലേഷൻ അല്ല. ലീഗൽ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കോൺട്രാക്ട് വാലിഡ് ആവൂ. നോക്കിയേ, there must be an intention among the parties. അല്ലെ? ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് തമ്മിലുള്ള ഒരു ഇന്റൻഷൻ എന്താവണം? that the agreement should be attached by legal consequences. ഒരു ലീഗൽ റിലേഷൻ അതിലുണ്ടായിരിക്കണം. ലീഗൽ ഒരു നിയമപ്രകാരമായിട്ടുള്ള ഒരു ബന്ധം അതിലുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ കോൺട്രാക്ട് വാലിഡ് ആകുന്നുള്ളൂ. ദെൻ ഒൻപതാമത്തത് certainty of meaning. The terms of the agreement must be certain. അഥവാ നമ്മൾ അഗ്രിമെന്റിലുള്ള ഓരോ കാര്യം വ്യക്തമായിരിക്കണം, certain ആയിരിക്കണം. ആൻഡ് അൺഅംബിഗ്വസ്, ഒരു ഡബിൾ മീനിങ് വരുന്ന അല്ലെങ്കിൽ ദ്വയാർത്ഥം വരുന്ന ഒന്നും ആവരുത്, അല്ലെ? ഞാൻ പറയാണ്, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു 2 കുതിര ഉണ്ട്, ഒരു കറുപ്പ് ഒരു ചുവപ്പ്. എൻ്റെ കുതിരനെ ഞാൻ നിനക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മീനിങ് കറക്റ്റ് അല്ല, certain അല്ല. കാരണം എനിക്ക് 2 കുതിര ഉണ്ട്, ഒന്ന് ബ്ലാക്ക് ഉണ്ട്, ഒന്ന് വൈറ്റ് ഉണ്ട് എന്ന് വെച്ചോളൂ. അപ്പോ അവിടെ certain ചെയ്യണമെങ്കിൽ പറയണം, എൻ്റെ ബ്ലാക്ക് കുതിരനെ നിനക്ക് ഞാൻ വിൽക്കുന്നു. അപ്പൊ ഓക്കെ, കറക്റ്റാ. അങ്ങനെ നമ്മുടെ കോൺട്രാക്റ്റിലുള്ള അല്ലെങ്കിൽ അഗ്രിമെന്റിലുള്ള അർത്ഥങ്ങൾ certain ആയിരിക്കണം, അതാ സ്പെസിഫിക് ആയിരിക്കണം, കൃത്യമായിരിക്കണം, സ്പെസിഫിക് ആയിട്ട് പറയണം. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതാണ് അൺഅംബിഗ്വസ് എന്നൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, വളരെ ക്ലിയർ ആയിരിക്കണം. ആ ക്ലിയർ എന്നുള്ള വാക്കൊക്കെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, നമ്മളൊരു അഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ അതിലെ ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം. ലീഗൽ ഫോർമാലിറ്റീസ് അപ്പൊ അതിൽ ചിലപ്പോ രജിസ്ട്രേഷൻ ചെയ്യാണ്ടാവും, സ്റ്റാമ്പ് ചെയ്യാണ്ടാവും, അല്ലെ? ഓക്കെ, ചോദിച്ചോളൂ. ഓക്കെ, ഷുവർ. 9th വൺ ഒന്നും കൂടെ വിശദീകരിച്ചു തരാം കേട്ടോ. 9ാമത്തത്, നമ്മുടെ അഗ്രിമെന്റിലുള്ള മീനിങ് കൃത്യമായിരിക്കണം. നോക്കേ അഗ്രിമെന്റിൽ ഇപ്പൊ നമ്മൾ ഒരു കോൺട്രാക്ട്, ഒരു അഗ്രിമെന്റ് എഴുതുമല്ലോ, ആ അഗ്രിമെന്റിലെ മീനിങ് കൃത്യമാവണം, certain ആവണം. അതായത് ഒരു ഉദാഹരണം നോക്കിയേ, എനിക്ക് 2 വീടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് 2 വീടുണ്ട്. ഞാൻ വീട് വിൽക്കുന്ന ഒരാളാണ് വെച്ചോളൂ. 2 വീടുണ്ട്. ഞാൻ പറയാണ്, മിസ്റ്റർ എനോട് പറയാണ്, എൻ്റെ വീട്, ഏത് വീടാന്ന് സ്പെസിഫൈ ചെയ്തില്ല കേട്ടോ, എൻ്റെ വീട് നിനക്ക് ഞാൻ വിൽക്കുന്നു. അപ്പൊ എൻ്റെ അടുത്ത് എത്ര വീടുണ്ട്? 2 വീടുണ്ട്. അപ്പൊ ഏക്ക് കൺഫ്യൂഷൻ ആവും, ഇതിലിപ്പോ ഏത് വീടാ ഇപ്പൊ ഞാൻ പറഞ്ഞേ, അല്ലെ? ഈ ഒരു വീടാണോ അതോ ഈ ഒരു വീടാണോ? 2 വീട്, 2 എൻ്റെ വീട് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഏക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇവിടെ എന്താ മീനിങ്? എന്തല്ല? certain അല്ല, കറക്റ്റ് അല്ല, കൃത്യമല്ല. അപ്പൊ ഞാൻ അവരോട് പറയാണ്, എൻ്റെ മലപ്പുറത്തുള്ള ഈ വീട് നിനക്ക് ഞാൻ വിൽക്കുകയാണ്. അപ്പൊ ഓക്കെ, മീനിങ് കറക്റ്റ് ആയി, അവിടെ കൺഫ്യൂഷൻ ഇല്ല, ഈ വീടാണെന്നുള്ളത് ഉറപ്പായി, അല്ലെ? അപ്പൊ എനിക്ക് ഈ 2 വീട് എനിക്കുണ്ട്.
ഒന്ന് ഒരു റോസ് പെയിന്റ് ആണെന്ന് വെച്ചോളൂ, ഒന്ന് ഒരു വൈറ്റ് പെയിന്റ് ആണ്. ഞാൻ പറയാണ് ആ റോസ് പെയിന്റ് ചെയ്തിട്ടുള്ള വീട് നിനക്ക് ഞാൻ വിൽക്കുന്നു. അപ്പൊ അവിടെ സെർട്ടൻ ആയി, കറക്റ്റ് ആയി, ക്ലിയർ ആയി അല്ലെ? അല്ലെ ഞാൻ പറയാണ് എന്റെ വീട് നിനക്ക് ഞാൻ വിൽക്കുന്നു, അപ്പൊ അവന് കൺഫ്യൂഷൻ ആവും. റോസ് പെയിന്റ് ഉള്ള ഒരു വീടുണ്ട്, വൈറ്റ് പെയിന്റ് ഉള്ള വേറൊരു വീടുണ്ട്, ഇതിലിപ്പോ ഏതാ ഇപ്പൊ എനിക്ക് വിൽക്കുന്നേ? കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മുടെ എഗ്രിമെന്റിലെ മീനിങ് വളരെ സ്പെസിഫിക് ആയിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം, ഒരു കൺഫ്യൂഷനും അതിലുണ്ടാകരുത് എന്നാണ് 9th പോയിന്റ്. ഓക്കെ ആണോ? ഓക്കെ, സെറ്റ്. 10ാമത്തതും ലാസ്റ്റത്തെ ഒരു പോയിന്റ് ആണ് ലീഗൽ ഫോർമാലിറ്റീസ്. നമ്മൾ ഏത് അഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോഴും കുറെ നിയമപ്രകാരമായിട്ടുള്ള ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഒരു ഉദാഹരണം, ഒരു 1000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ, നമ്മൾ മുദ്രപത്രം എന്നൊക്കെ പറയില്ലേ, സ്റ്റാമ്പ് പേപ്പർ വേണം, ഒരു ഉദാഹരണം അല്ലെ? അതൊരു ലീഗൽ ഫോർമാലിറ്റി ആണ്. നമ്മൾ എന്ത് ചെയ്തു? 1000 രൂപയുടെ പകരം ഒരു 10 രൂപേന്റെ സ്റ്റാമ്പ് പേപ്പർ ആയിട്ട് പോയി. അത് വാലിഡ് അല്ല. കാരണം അതിൽ ഓൾറെഡി പറയുന്നുണ്ട് 1000 രൂപയുടെ, നമ്മൾ വീടിന്റെ ആധാരമൊക്കെ ചെയ്യുമ്പോൾ 1000 രൂപയുടെ ഒക്കെ മുദ്രപത്രം വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അത് അതിൽ പറയുന്നുണ്ട്, ഇത്ര സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഇത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ 1000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കൊണ്ടുകൊടുത്ത് ഞാൻ എന്ത് ചെയ്തു? വെറും 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആയിട്ട് പോയിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കി. അതൊരിക്കലും എന്തല്ല, വാലിഡ് അല്ല. കാരണം നിയമപ്രകാരം ഇങ്ങനെ കുറെ ഫോർമാലിറ്റീസ് പറയുന്നുണ്ട്. ചിലപ്പോ സ്റ്റാമ്പിങ് ആയിരിക്കും, ചിലപ്പോൾ രജിസ്ട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ എഴുതുന്ന രൂപ ആയിരിക്കും, അല്ലെ, എഴുതുന്ന ഫോർമാറ്റ് ആയിരിക്കും. അങ്ങനെ നിയമപ്രകാരം പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് വേണം? അതിലുണ്ടാകണം. എവിടെ? നമ്മുടെ അഗ്രിമെന്റില് നിയമപ്രകാരം എന്തൊക്കെ വിഷയങ്ങളാണോ പറയുന്നത് അതൊക്കെ അതിൽ കൃത്യമായിട്ടുണ്ടാകണം. എങ്കിലേ ആ കോൺട്രാക്ട് വാലിഡ് ആകൂ. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, എല്ലാവരും ഒന്നുകൂടെ നോക്കിയേ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള എലമെന്റ്സുകളാണ്, കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എഗ്രിമെന്റ് ഉണ്ടാവണം. എഗ്രിമെന്റ് ഉണ്ടാവണമെങ്കിൽ അതിൽ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ഓഫർ, 2 അക്സെപ്റ്റൻസ്. രണ്ടും ഉണ്ടെങ്കിലേ അത് എഗ്രിമെന്റ് ആയിട്ട് പരിഗണിക്കൂ. ആ എഗ്രിമെന്റ് ഉണ്ടെങ്കിലേ ആ കോൺട്രാക്ട് വാലിഡ് ആകുന്നുള്ളൂ. രണ്ടാമത്തത് കൺസെൻസ് ആഡ് ഐറ്റം, അതായത് അഗ്രിമെന്റ് ഓൺ സെയിം തിങ്. എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള മൈൻഡ് കൃത്യമാവണം. ഒരേ കാര്യത്തിന്റെ മേലിലായിരിക്കണം അവരുടെ ആ കോൺട്രാക്ട് ഉണ്ടാകേണ്ടത്. മൂന്നാമത്തത് അവരുടെ സമ്മതം, ഫ്രീ കൺസെന്റോട് കൂടെ മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ മിസ്റ്റേക്കിലൂടെയോ ഒന്നും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അത് പരിഗണിക്കുന്നതല്ല. ഫ്രീ ആയിട്ട്, ഫ്രീ കൺസെന്റോട്, ഫ്രീ സമ്മതത്തോടു കൂടെ മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയൂ. നാലാമത്തത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ലീഗലി കോമ്പീറ്റന്റ് ആയ ആളുകൾക്ക് മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. എന്താണ് ഈ കോമ്പീറ്റന്റ് എന്ന് പറഞ്ഞാൽ? അഥവാ ഫോർ എക്സാമ്പിൾ 18 വയസ്സ് പൂർത്തിയായ ആളുകള്, ബുദ്ധിയുള്ള ആളുകള്, അല്ലെ, ഒരു ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത, മീൻസ് നിയമപ്രകാരം ഒരു ഡിസ്ക്വാളിഫൈഡ് അല്ലാത്ത ആളുകള്, ഇവർക്കൊക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു മൈനർ ആയിട്ടുള്ള, ചെറിയ കുട്ടിയായിട്ടുള്ള ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് മൈൻഡ് അഥവാ ഒരു ഭ്രാന്തന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. നാലാമത്തത് ലോഫുൾ കൺസിഡറേഷൻ, അതായത് നിയമപ്രകാരം സാധുതയുള്ള ഒരു കാര്യത്തിൽ മാത്രമേ നമ്മൾ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനും വേറെ ഒരാൾ ഒരു കഞ്ചാവ് കൃഷിക്ക് കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. അതൊരിക്കലും നിയമപ്രകാരം സാധുതയുള്ള കാര്യമല്ല. അല്ലെ വേണ്ട, ഒരു മോഷ്ടിച്ച കാറ്, അല്ലെ, ഈ ആ കാർ മോഷ്ടിച്ചു കൊണ്ടുപോവാ, ഞാൻ എനിക്ക് 1 ലക്ഷം തരാം. ഓക്കെ, അത് ഒരിക്കലും ഏർപ്പെടാൻ പാടില്ല. കാരണം എന്താണ്? അത് എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല, നിയമപ്രകാരം ശരിയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിയമപ്രകാരം സാധുതയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ആറാമത്തത് ലോഫുൾ ഒബ്ജക്റ്റ്, അൺലോഫുൾ, ഇല്ലീഗൽ, ഇമ്മോറൽ, ഡിഫീറ്റ്. ഈ കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ചെയ്യരുത്, നമ്മൾ കോൺട്രാക്ട് അല്ലെങ്കിൽ അഗ്രിമെന്റ് ഉണ്ടാക്കരുത്. അഥവാ നമ്മുടെ അഗ്രിമെന്റ് നിയമപ്രകാരം ആയിരിക്കണം. മസ്റ്റ് ബി ലോഫുൾ, നിയമപ്രകാരം ആയിരിക്കണം. നമ്മുടെ ഉദ്ദേശം കേട്ടോ, ഇവിടെ ഉദ്ദേശം എന്നാ പറയുന്നത്, നമ്മുടെ ലക്ഷ്യം നിയമപ്രകാരം ഉള്ളതായിരിക്കണം. ഒരിക്കലും അൺലോഫുൾ ആവരുത്, ഇല്ലീഗൽ ആവരുത്, ഇമ്മോറൽ ആവരുത്, നമ്മുടെ നിയമത്തെ തകർക്കുന്ന ഒരു കാര്യം ആകരുത്. നമ്മുടെ ലക്ഷ്യം എന്താവണം? പെർഫെക്റ്റ് ആവണം, ക്ലിയർ ആവണം. ദെൻ ഏഴാമത്തത്
നിയമപ്രകാരം കോടതി വോയിഡ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യാത്തതാവണം. അഥവാ നിയമപ്രകാരം സാധുത ഇല്ല എന്ന് കോടതി പറയാത്ത ഒരു കാര്യത്തിന്റെ മേലിലെ നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയൂ. അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞ് 500 നോട്ട് പിൻവലിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ അതിന്റെ ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അതൊരിക്കലും കഴിയില്ല. കാരണം ഈ 500,000 ഓൾറെഡി കോടതി എന്ത് വിധിച്ചിട്ടുണ്ട്? വോയിഡ് ആണ് അല്ലെ, തെറ്റാണ്, ആ പണത്തിന്റെ ട്രാൻസാക്ഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ അതിന്റെ മുകളിൽ പോയിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരിക്കലും സാധുത ഉള്ളതല്ല. ഓക്കെ, അപ്പോ കോടതി നമ്മുടെ ഇന്ത്യയില് രാജ്യത്തിനകത്ത് തെറ്റാണെന്ന് പറഞ്ഞ കാര്യത്തിന് മുകളിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത്. 8ാമത് നമ്മൾ പറഞ്ഞത് ഒരു ലീഗൽ റിലേഷൻ ഉണ്ടായിരിക്കണം. എന്ത് പറ്റൂല? സോഷ്യൽ റിലേഷൻ അല്ല, ലീഗൽ റിലേഷൻ ഉണ്ടാവണം ബിറ്റ്വീൻ ദ പാർട്ടീസ് അല്ലെ. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് തമ്മിൽ ഒരു ലീഗൽ റിലേഷൻ ഉണ്ടായിരിക്കണം. 9th വൺ കൃത്യമായിട്ട് മീനിങ് അതിൽ പറയാം. ചോദിച്ചോളൂ. ഓക്കെ, നമ്മുടെ കോൺട്രാക്റ്റിലുള്ള മീനിങ് വളരെ കൃത്യമായിരിക്കുന്നു. ചോദിച്ചോളൂ. സാർ, ഈ കോൺട്രാക്റ്റും മറ്റേ അഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കോൺട്രാക്ട് ഉണ്ടാകണമെങ്കിൽ ആര് വേണം? എഗ്രിമെന്റ് ഉണ്ടാവണം. എഗ്രിമെന്റ് നമ്മൾ എഴുതുമല്ലോ. അപ്പൊ ഞാനും ഒരാളും തമ്മിൽ എഴുതി ഉണ്ടാക്കുകയാണ് 10 ഏക്കർ ഉള്ള സ്ഥലത്ത്. ഈ എഴുതുണ്ടാക്കുന്ന സാധനമാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതില് ഞാൻ സൈൻ ചെയ്യും, എന്റെ ഓപ്പോസിറ്റുള്ള ആള് സൈൻ ചെയ്യും അല്ലെ. അപ്പൊ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുള്ളൂ? കോൺട്രാക്ട് ആയിട്ട് മാറുള്ളൂ. പിന്നെ ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ലീഗൽ ഫോർമാലിറ്റീസ്. ഒരു കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും, അത് സ്റ്റാമ്പിംഗ് ആയിരിക്കാം, റൈറ്റിംഗ് ആയിരിക്കാം, രജിസ്ട്രേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഫീസ് കൊടുക്കുന്നുണ്ടാവും, രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാണ്ടാവും, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇത്രയാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് ഇനി അവിടെ നമ്മളെ ക്ലാസ്സിന് ശേഷം ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പറഞ്ഞ ടോപ്പിക് ഏകദേശം ഐഡിയ കിട്ടി എന്നാണ് വിശ്വസിക്കുന്നത്. റെഡി അല്ലേ?